എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നത് ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിലാണ്. അതിമനോഹരമായ ഒരു സായം സന്ധ്യയിലാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ക്ഷേത്രത്തിലെ ദീപാരാധന തൊഴുവാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് ലഭിച്ചു. ചേർത്തല കാർത്യായനി ദേവിയുടെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചേർത്തല നഗരഹൃദയത്തിൽ റോഡരികിലായിട്ടാണ് കാർത്യായനി ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദിപരാശക്തിയുടെ സൗമ്യസുന്ദര രൂപമായ കാർത്യായനിയാണ് പ്രധാന പ്രതിഷ്ഠ. 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ശിവൻ, വിഷ്ണു, ഗണപതി, കാവുടയോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ശാസ്താവ്, നാഗദൈവങ്ങൾ എന്നീ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. മീനമാസത്തിലെ പൂരത്തോടനുബന്ധിച്ച് നടക്കുന്ന പൂരമഹോത്സവവും പടയണികളും വളരെ വിശേഷപ്പെട്ടതാണ്. കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി, വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക എന്നിവയും അതിവിശേഷമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. തിരുവനന്തപുരത്തെ അനന്തപത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിൽ നിന്നും വില്വമംഗലം സ്വാമിയാർ ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ അല്പസമയം ചേർത്തലയിൽ വിശ്രമിച്ചു. അരയന്നങ്ങൾ നീന്തുന്ന നിരവധി കുളങ്ങൾ അദ്ദേഹം കാണാനിടയായി. ഇതിനിടയിൽ ദിവ്യത്വമുള്ള ഒരു കന്യകയെ അദ്ദേഹം കണ്ടു. അത് നവദുർഗമാരിൽ ഒരാളായ കാർത്യായനി ദേവി തന്നെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഉടൻ തന്നെ ഭഗവതിയെ സമീപിച്ചപ്പോൾ ദേവി കുളത്തിലേക്ക് എടുത്തു ചാടി. ഇങ്ങനെ 6 ദിവസവും വില്വമംഗലം സ്വാമിയാരെ കണ്ടപ്പോൾ ദേവി 6 കുളങ്ങളിലായി ചാടി ഒളിച്ചു. അങ്ങനെ 7ാമത്തെ ദിവസം വന്നു. 7ാമത്തെ കുളത്തിലേക്കും ഭഗവതി ചാടി. എന്നാൽ കുളത്തിൽ നിറയെ ചേറായിരുന്നു. ചേറിലേക്ക് താഴുന്നതിന് മുൻപേ വില്വമംഗലം പരാശക്തിയുടെ മുടിയിൽ പിടിച്ചുയർത്തി. ചേറിലായ തല എന്ന അർത്ഥത്തിലാണ് ചേർത്തല എന്ന പേരുണ്ടായതെന്നാണ് ഐതിഹ്യം. അസഭ്യം പറഞ്ഞാണത്രേ സ്വാമിയാർ ദേവിയെ പ്രതിഷ്ഠിച്ചത്. ഈ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉത്സവകാലത്ത് ചേർത്തലയിൽ പൂരപ്പാട്ട് പാടുന്നത്. ഉത്സവത്തിന് മുന്നോടിയായാണ് സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം കൊടിയേറ്റ് നടക്കാറുള്ളത്. എന്നാൽ ഉത്സവം തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൊടിയേറ്റം നടക്കുന്ന ക്ഷേത്രമാണിത്. 3 ശ്രീകോവിലുകളാണ് ക്ഷേത്രത്തിലുള്ളത്. ഭഗവതിയെ കൂടാതെ ശിവനും വിഷ്ണുവുമാണ് മറ്റു പ്രതിഷ്ഠകൾ. ശിവനെയും വിഷ്ണുവിനെയും ഒരുമിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിലെ ദേവിയുടെ പ്രതിഷ്ഠയ്ക്കുമുണ്ട് ഏറെ പ്രത്യേകത. തറനിരപ്പിൽ നിന്നും 4 അടിയോളം താഴ്ചയിലാണ് കാർത്യായനി ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠ. സരസ്വതി, ലക്ഷ്മി, പാർവതി, ഭദ്രകാളി എന്നീ വിവിധ ഭാവങ്ങളിലാണ് ദേവിയെ ആരാധിക്കാറുള്ളത്. കോഴികളെ പറപ്പിക്കലാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നിരവധി കോഴികളെ കാണാം. മറ്റൊരു പ്രധാന വഴിപാടാണ് തടി വഴിപാട്. രോഗം മാറുവാൻ നിരവധി പേരാണ് ഈ വഴിപാട് നേരുന്നത്. മീനമാസത്തിലെ മകയിരം നാളിലാണ് ഇവിടെ കൊടിയേറ്റ് നടക്കുന്നത്. 7 ദിവസവും ആറാട്ടുള്ള ക്ഷേത്രമാണിത്. പൂരം നാളിലാണ് പ്രധാന ഉത്സവം.